നമസ്കാരം. തൃശ്ശൂരിന് മോദിയുടെ ഗ്യാരണ്ടി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ വന്ന് മഹിളകളുടെ മീറ്റിംഗ് വിളിച്ചെങ്കിൽ കാരണം ഒന്നേ ഉള്ളൂ: നമ്മുടെ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും പാർലമെൻറ്റിലെത്തിക്കണം. അതിന് തൃശ്ശൂരിലെ BJP വനിതകൾ മാത്രം വിചാരിച്ചാൽ കഴിയൂല. മറ്റ് രണ്ട് മുന്നണികൾക്കും തൃശ്ശൂരിൽ വോട്ടുണ്ട്. അവിടെ നിന്ന് ചോർത്തണം. മോദിയുടെ റോഡ് ഷോയിലൂടെ, മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് മോദി തന്നെ ജനങ്ങളെ കൊണ്ട് വിളിപ്പിക്കുന്നതിലൂടെ തൃശ്ശൂരിൻ്റെ മനം കവരുക എന്നതാണ് ലക്ഷ്യം. ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ വിളിച്ചു പറയണം, വേറെ ആരും പറയൂല. എന്നാൽ തൃശ്ശൂർ കണ്ട് പനിക്കേണ്ടെന്ന് കോൺഗ്രസ് CPI നേതാക്കളും പറയുന്നു. भारत माता की केरला थिल्ले एंडे अम्मा मारे सहोदरी मारे हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए. ये सफलता कैसे मिली? मोदीयुडे गारंटी. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदीयुडे गारंटी. किसे संभव बना दिया? मोदीयुडे गारंटी. ये कैसे संभव हुआ? മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി. അനാഥമായി ചത്തുവലച്ചു കിടക്കുന്ന നിരവധി മോദി ഗ്യാരണ്ടികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് നട്ടാൽ കിളക്കാത്ത നുണ പറയുകയും ഗ്യാരണ്ടി എന്ന് നിഷ്കളങ്കരായ പാവത്തുകളെ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തത്. പൂർണ്ണമായിട്ടും കേരളത്തിലെ സാധാരണ ജനങ്ങൾ മോദിയുടെ ഉറപ്പിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നലത്തെ സമ്മേളനം നൽകുന്നത്. കേരളത്തിലെ മോഡിയുടെ സന്ദർശനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ BJP ഒരു ശക്തി അല്ല എന്ന് ഇക്കാലം അത്രയുമുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇത്തവണയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ പോലും അവർക്ക് സാധ്യമാകില്ല. പ്രധാനമന്ത്രിയുടെ വരവ് ഞങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ പിന്തുണ മറ്റുള്ളവരൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതലുണ്ട് എന്നുള്ളത് ഇന്നലെ ജനങ്ങൾക്ക് കൂടി ബോധ്യമാവുന്ന തരത്തിലേക്ക് മാറി. കേരളത്തിലെ ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും BJP സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല, ഉറപ്പാണ്. തൃശ്ശൂരിലെ സീറ്റ് ഇനി ആരും ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട. ഇവിടെ ആരും വന്ന് ഇങ്ങനെ ഒരു പരിശ്രമം നടത്താം എന്ന് കരുതിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവർക്കും പ്രാപ്യമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. CPI ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തൃശ്ശൂർ വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ചെയ്യും. വേദി തേക്കിൻകാട് മൈതാനം. കഥ രാഷ്ട്രീയം ചൊല്ലുന്നതോ ഭക്തിമയ രസത്താൽ ദേശീയ ദിവ്യൻ മോദിജിയും. അപ്പോൾ ആനന്ദലബ്ധിക്ക് സംസ്ഥാന സർക്കാരിനും ഭരണകക്ഷിക്കുമെതിരെ ഒരു പ്രയോഗമെങ്കിലും വേണം. സ്വർണ്ണ കള്ളക്കടത്ത് ഉന്നയിച്ചത് അതുകൊണ്ടാണ്. മോദിജിയുടെ കേന്ദ്ര ഏജൻസി സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം നടത്തിയതാണല്ലോ. ഏതെങ്കിലും ഓഫീസ് അതിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? കഥയിൽ ചോദ്യമില്ലെന്നാണല്ലോ. केरला में लूट की खुली छूट चाहता है. यहाँ गोल्ड की स्मगलिंग को लेकर जो खेल चलता है, ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നത് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആരുടെ മുന്നിലും അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കള്ളക്കടത്ത് ഓഫീസിന്റെ കേന്ദ്രം നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും അറിയാം. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന്. ഇപ്പോഴും കേരളത്തിൽ വന്നിട്ട് ഏതോ ഓഫീസ് ഇതെല്ലാം സംരക്ഷിച്ച് നിങ്ങൾക്കറിയാലോ എന്ന് പറയുന്ന തികച്ചും തെറ്റായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് വന്നുചേർന്നിട്ടുള്ളത്. സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു? അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള BJPയുടെ ലൈൻ
അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു കേരളത്തിൽ. ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മ്ലേച്ഛമായ ഭാഷയിലാണ് അദ്ദേഹം പരോക്ഷമായി അപമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ ഒരു ഔദാര്യവും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല. പ്രതിപക്ഷം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒത്തുകളിക്കുകയാണെന്ന്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ബാധ്യതയാണ് അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം വെളിപ്പെടുത്തുക എന്നുള്ളത്. പ്രധാനമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്ത സ്വർണ്ണക്കള്ളക്കടത്തിനെതിരെ നടപടികൾ സ്വീകരിക്കാതിരുന്നത്. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹിക്കാനിട്ടല്ല, BJP ആഗ്രഹിക്കാനിട്ടല്ല, UDF ആഗ്രഹിക്കാനിട്ടല്ല. പക്ഷേ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ 2 കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊന്നും ഞങ്ങൾ പേടിക്കുന്നില്ല. അത് കേരള രാഷ്ട്രീയത്തിൽ CPM-ഉം BJP-യും തമ്മിലുള്ള രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണം, ആ അന്വേഷണം എവിടെയൊക്കെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം. പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം ജയിലിൽ കിടന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ CBI അന്വേഷണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സതീശനും പിണറായിയും കൂടി ഒരുമിച്ചിരുന്ന് കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം അവർ തന്നെയാണ് ഒരുമിച്ച് ഉയർത്തുന്നത്. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF മുന്നണിയും CPM നേതൃത്വത്തിലുള്ള LDF-ഉം ഏറ്റുമുട്ടുകയാണ്. അവിടെ BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിനും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയില്ല. കേരളത്തിൽ സതീശനും സുധാകരനും എത്ര വെള്ളം കോരിയാലും കേരളത്തിൽ പിണറായിയെ തന്നെ ഭരിക്കാനാണ്, അനുവദിക്കാനാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനം. പകരം ലോക്സഭയിലേക്ക് കുറച്ച് ആളുകളെ കോൺഗ്രസിൽ നിന്ന് തിരഞ്ഞെടുത്ത് അയക്കണം എന്നുള്ളത് സീതാറാം യെച്ചൂരിയും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇവർ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു നാടകം, ഈ നാടകം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ശുദ്ധ അസംബന്ധങ്ങളും കളവും പറയുകയാണ്. കളവ് പറയുക എന്നുള്ളത് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ്. കള്ള പ്രചാരവേല നടത്തുക എന്നുള്ളത് ഏത് ഫാസിസ്റ്റുകളുടെയും സ്വഭാവമാണ്. CPM സംഘപരിവാർ ശക്തികൾ തമ്മിലുള്ള ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു. അവരുടെ പൊതു ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസ് വരരുത് എന്നുള്ളതാണ്. അതൊന്നും കൂടി ഇന്നലത്തെ പ്രധാനമന്ത്രിയോടുകൂടി വ്യക്തമായി. കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള BJP-ൻ്റെ ബന്ധം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അത് പിന്നീട് പറയാം. ഞങ്ങൾ ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും കോൺഗ്രസും ഏത് രൂപത്തിലാണ് അവിഹിത ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് പിന്നീട് വെളിപ്പെടുത്തും, ഇപ്പോൾ പറയുന്നില്ല. പ്രധാനമന്ത്രി വിളിച്ച പരിപാടിയിൽ ആരൊക്കെ വന്നുവെന്ന് നോക്കിക്കോളൂ. ചിലരെ മറ്റു ചിലയിടങ്ങളിലും കണ്ടതാണ്. മുഖ്യമന്ത്രിയോടൊപ്പം കേരളീയത്തിൽ സെൽഫി എടുത്ത് കളിച്ചവരല്ലേ ഇതാ തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയെ താണുകീണ് വണങ്ങാൻ എത്തിയത്. അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. പ്രതിഭകൾ ഇങ്ങനെയാണ്. BJP നടത്തിയ സംഗമത്തിൽ സ്വാഭാവികമായും നമ്മുടെ പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ശോഭന പങ്കെടുത്തു, വിജയലക്ഷ്മി പങ്കെടുത്തു. വിജയലക്ഷ്മി ഞങ്ങളുടെ കൂട്ടത്തിൽ വൈക്കത്തുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 വരികൾ കൂടി വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ വേദിയിലുള്ള പലരും നേരത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിലും പങ്കെടുക്കുകയും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ പങ്കെടുത്ത പരിപാടികളിൽ ഇവരാരും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയില്ലല്ലോ. There have been many leaders in the past, men and women, but we live in the time of a fantastic leadership that has actually seen the passing of the Women's Reservation Bill.
So I'm hugely thankful for the Honorable Prime Minister Narendra Modi ji's leadership. അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നടപ്പിലാക്കാത്തൊരു സംവരണത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് സംവരണം നടപ്പിലാക്കിയ ഗവൺമെൻറ് എന്നുള്ള പരാമർശം വന്നത്. PT ഉഷയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം, അവർ പൊതുസമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന നമ്മുടെ പൊതു സ്വത്താണ്. അങ്ങനെയുള്ള ഒരു പ്രതിഭ ഇവരുടെ രാഷ്ട്രീയ വേദിയിൽ വരേണ്ടതുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കണം. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് തിരിച്ചറിഞ്ഞവർ പോകില്ല, തിരിച്ചറിയാത്തവർ പോവും. പിന്നെ തിരിച്ചറിയുമ്പോൾ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും. എന്നോടിത് വേണ്ടായിരുന്നു. UDFിൻ്റെ സമരനായികയെ BJP പൂർണ്ണമായും തട്ടിയെടുത്ത ലക്ഷണമാണ്. പെൻഷൻ കിട്ടാത്തതിനാൽ പിച്ചച്ചട്ടി സമരം നടത്തി ശ്രദ്ധേയായി മാറിയ മറിയക്കുട്ടി ചേട്ടത്തിയെ തൃശ്ശൂരിലും കണ്ടു. മറിയക്കുട്ടി ആരുടെ വേദിയിലും പോകും, CPM-ൻ്റേത് ഒഴികെ. നമ്മുടെ പ്രിയപ്പെട്ട മറിയക്കുട്ടി ചേട്ടത്തി വന്നിരിക്കുകയാണ് ഈ വേദിയിലേക്ക്. UDFിൻ്റെ സമരനായിക പങ്കെടുത്തിട്ടുണ്ട്. ഇനി സമര നായകന്മാരാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നോക്കിയാൽ മതി. അല്ല, അവരെല്ലായിടത്തും പോകുന്നവരാ. അവർ 86 വയസ്സുകാരിയായ വന്ധ്യവയോധികയാണ്. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കും വരും, BJP വിളിച്ചാൽ BJPയുടെ പരിപാടിക്കും പോകും. അവരുടെ പ്രശ്നം എന്താണ്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം. അവരിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ അംഗമായതുകൊണ്ടാണ്. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും അംഗമല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ അംഗമല്ലല്ലോ അവിടെ പോയത്. വടക്കുംനാഥൻ്റെ ക്ഷേത്രപ്പറമ്പിൽ നിന്ന് പൂരത്തിന് ഒരു ചുള്ളിക്കം പൊടിച്ചാലും ആചാരലംഘനം ഉയർത്തി BJPക്കാർ ഉടക്കുവയ്ക്കും. ശിവന്റെ ജഡയായ ശിഖരങ്ങൾ മുറിക്കാൻ പാടില്ലത്രേ. എന്നാൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ ആൽമരത്തിൻ്റെ ശിഖരങ്ങളെല്ലാം അരിഞ്ഞപ്പോൾ ആർക്കും പ്രതിഷേധമില്ല. ആകെ പ്രതിഷേധവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. ഭഗവാന്റെ തിരുജട എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്ന ഒരു ആൽമരത്തെയാണ് വെട്ടിമുറിച്ചുകൊണ്ട് ആ മരത്തിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളുമായി ദേവസ്വം ബോർഡും BJP കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ അതിനുള്ള ശക്തമായ പ്രതിഷേധമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSന്റെ പടത്തിലൂടെ വന്നിട്ടുള്ളത്. വേദി അഴിച്ചു മാറ്റും മുമ്പ് ഞങ്ങളുടെ സ്ഥലത്ത് കയറി പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ കയറി എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ സാധിക്കുക? ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ, ഞങ്ങൾ വാടകയ്ക്കെടുത്തുള്ള സ്ഥലമല്ലേ. അവർക്ക് ഇവിടേക്ക് അതിക്രമിച്ച് കയറിയാൽ അവരെയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്? ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കേസുകാരൻ കയറിയാൽ TM പ്രതാപം വിവരറിയും. ഒരു കാര്യമില്ല. ചാണകമുള്ള അവരുടെ കയ്യിൽ മാത്രമല്ല, ഇവിടേക്ക് വന്ന പോലെയല്ല. ഞങ്ങൾ ചെന്നാൽ പ്രതാപന് തൃശ്ശൂര് ടൗണിലിറങ്ങി നടക്കാൻ സാധിക്കില്ല. ചാണകവെള്ളത്തിൽ കുളിപ്പിക്കും ഞങ്ങൾ പ്രതാപനെ.